പ്രിയ പ്രേക്ഷകരെ, അനിതര സാധാരണമായ രാഷ്ട്രീയ സാഹചര്യമാണ്. കേരളമെമ്പാടും വി ഡി സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങി വലിയ പ്രതിഷേധത്തിലേക്ക് പോവുകയാണ്. സ്ഥലമൊരുക്കി വിത്തിറക്കി കൃഷി ചെയ്ത് വിളവെടുത്തവൻ പുറത്താകുന്നു എന്നുള്ള സാഹചര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ബാനറുകൾ ഉയർത്തി കോട്ടയത്തും വലിയ പ്രതിഷേധം നടക്കുകയാണ്. അഖിൽ കെ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. അഖിൽ, അങ്ങനെ വിളവ് കണ്ടവൻ കൊത്തിക്കൊണ്ടു പോകേണ്ട എന്നാണോ വി ഡി അനുകൂലികൾ കോട്ടയത്ത് പറയുന്നത്? തീർച്ചയായും അത് തന്നെയാണ്. അതായത് ഇന്ന് രാവിലെ മുതൽ കോട്ടയം ജില്ലയിൽ 5 ഇടങ്ങളിലാണ് ഇന്ന് ഇത്തരത്തിൽ പ്രതിഷേധമുള്ളത്. കോട്ടയത്തുണ്ട്, പുതുപ്പള്ളിയിലുണ്ട്, അയർക്കുന്നത്തുണ്ട്, ഈരാറ്റുപേട്ടയിലുണ്ട്, ഏറ്റുമാനൂരുണ്ട്. അങ്ങനെ 5 സ്ഥലങ്ങളിൽ പ്രതിഷേധങ്ങൾ തീരുമാനിച്ചു. അതിന് പിന്നാലെ തന്നെ DCC പ്രസിഡന്റ് ഒരു സർക്കുലർ ഇറക്കി. പ്രതിഷേധം പാടില്ല, പരസ്യ പ്രതിഷേധങ്ങൾ പാടില്ല, അത് AICCയെ വെല്ലുവിളിക്കാൻ തുല്യമായി കണക്കാക്കും, കടുത്ത അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അത് മണ്ഡലം നേതാക്കളിലേക്ക് എത്തിച്ചു. പക്ഷെ അതൊന്നും പ്രവർത്തകരുടെ പ്രതിഷേധത്തിന്റെ അഗ്നി, അതിന്റെ ആളം അത് കടത്താനായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ വലിയ പ്രതിഷേധമാണ് പാമ്പാടിയിൽ നടക്കുന്നത്. പാമ്പാടി നഗരത്തിലൂടെയാണ് ഇപ്പോൾ നടക്കുന്നത്. പുതുപ്പള്ളിയുടെ ശബ്ദമെന്നാണ് പ്രവർത്തകർ പറഞ്ഞത്. എന്താണ് നമ്മുടെ ആവശ്യം? വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം. തീർച്ചയായിട്ടും പാർട്ടി തിരുത്തില്ല, ജനങ്ങൾ തിരുത്തും. മനസ്സിലാക്കണം, പയ്യന്നൂരും തളിപ്പറം പോലുള്ള വർഷത്തെ 50,000 ഭൂരിപക്ഷം ഉണ്ടായിട്ടും അവിടെ ജനങ്ങളെ കേൾക്കാതെ പാർട്ടി തിരുത്തിയ പോലെ ഇവിടെ തിരുത്തിയിരിക്കും കേരളം. തീർച്ചയായിട്ടും വി ഡി സതീശനോടൊപ്പം. വി ഡി സതീശനാണ് നിലപാടുകളുടെ രാജാവ്. വി ഡി സതീശനാണ് നിലപാടുകളുടെ രാജാവ്. അതുപോലെ പണം നയിച്ചവൻ ഭരണം നയിക്കണം എന്നുള്ള ആഗ്രഹമാണ് നൽകുന്നത്. നേതാക്കളൊക്കെ പറയുന്നതേ നടപടി ഉണ്ടാകുന്നൊക്കെ നേതാക്കളൊക്കെ പറയുന്നത്. എന്ത് നടപടിയെയും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ്. ഇവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകരാണിത്. ഞങ്ങൾ അന്നും ഇന്നും 40-45 വർഷമായി വർക്ക് ചെയ്യുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകനാണ്. അതുപോലെ വർക്ക് ചെയ്യുന്ന കോൺഗ്രസുകാരാണ് ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങൾക്ക് വി ഡി സതീശൻ മതി. വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിട്ട് മതി. ഹൈക്കമാൻഡ് കെട്ടിയിറക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ ഞങ്ങൾ അംഗീകരിക്കത്തില്ല എന്നാണ് ഞങ്ങളുടെ. അതുതന്നെയാണ്. അതായത് ഞങ്ങൾക്ക് വി ഡി സതീശനെ മതി, കണ്ണേ കളരെ VDSA എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് പ്രവർത്തകരെത്തുന്നത്. സാധാരണ പ്രവർത്തകർ കൂടി ഇരിക്കുന്നത്. ചേട്ടാ, എന്താണ് നമ്മളിപ്പോ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകാൻ കാരണം? പ്രതിഷേധത്തിന്റെ ഭാഗമാവാൻ കാരണം എന്താണ്? കാരണം നമ്മളെ ആളാ ജയിച്ചേ, അതും കൂടെ നമ്മൾ വന്നാ നമ്മുടെ ആളെ ഇപ്പൊ ജയിച്ചിരിക്കുന്നത്, അതിനു വേണ്ടി വന്നാ. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ വേണ്ട, കെട്ടിയിറക്കുന്ന സ്ഥാനാർത്ഥികൾ വേണ്ട. ഈ 5 വർഷവും കോൺഗ്രസിന് വേണ്ടി പണിയെടുത്തത് വി ഡി സതീശനാണ്. ഈ വി ഡി സതീശൻ മാത്രം മുഖ്യമന്ത്രിയായാൽ മതി. അതിന് രാവിലെ മുതൽ തന്നെ ബാനറുകളിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ കെട്ടിയെട്ടിക്കും എന്നൊക്കെയാണ് നമ്മൾ ബാനറിൽ പറഞ്ഞിരുന്നത്. കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികളെ വേണ്ട, ജോലി എടുത്താലും കൂലി കൊടുക്കണം. അതാണ് പാർട്ടി പ്രവർത്തകരെ വെല്ലുവിളിക്കാൻ തോന്നുന്നുണ്ടോ? പ്രവർത്തകരെ വെല്ലുവിളിക്കുന്ന പരിപാടിയാ. ഞങ്ങള് കഷ്ടപ്പെട്ടത് വി ഡി സതീശന് വേണ്ടി കഷ്ടപ്പെട്ടത്. വി ഡി സതീശനെ KC വേണുഗോപാലിനെ കെട്ടിയിറക്കിയതാ. ഞങ്ങളുടെ നേതാവെന്ന് പറഞ്ഞത് വി ഡി സതീശനാ. വി ഡി സതീശനുണ്ടോ ഇത്ര ജനങ്ങള് പ്രവർത്തിച്ചത്? അത് തന്നെയാണ്. സ്ത്രീകളോ കുട്ടികളൊന്നും വ്യത്യാസമില്ല, പ്രായമുള്ള ആളുകളൊക്കെ തന്നെയുണ്ട്. ഒരു ചേച്ചിയുണ്ട്. ചേച്ചി, നമ്മുടെ ആവശ്യം എന്താണ്? പ്രതിഷേധത്തിന്റെ കാരണം നമ്മൾ പ്രതിഷേധത്തിലെത്തി. വി ഡി സതീശൻ വരണം മുഖ്യമന്ത്രിയായിട്ട്. മുഖ്യനായിട്ട് വി ഡി സതീശൻ തന്നെ വരണം. അതാണ് ഞങ്ങളുടെ ആവശ്യം. ആവശ്യമാണ്. മറ്റ് കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ വേണ്ട. അവിടെ സതീശൻ പറഞ്ഞിട്ടുള്ളതേ ഉള്ളൂ. പിന്നെ വേറെ ആരും. എന്തുകൊണ്ടാണ് ചേട്ടാ സതീശൻ മുഖ്യമന്ത്രി ആവണമെന്ന് നമ്മൾ സതീശൻ മുഖ്യമന്ത്രിയാണ് നേരെ ആരാളുള്ളത്? സതീശനാകണം. പിൻവാതിൽ നിയമനം അവസാനിക്കും. പിൻവാതിലല്ലേ ഇപ്പൊ നടക്കുന്നത്? അത് വേണ്ട. പാമ്പാടി നഗരത്തിലൂടെയാണ് ഈ ഒരു വലിയ പ്രതിഷേധ റാലി തന്നെ നടക്കുന്ന. കോട്ടയം ജില്ലയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 5 സ്ഥലങ്ങളിലാണ് ഇപ്പോൾ ഒരേ സമയത്ത് പ്രതിഷേധം നടക്കുന്നതെന്നാണ്. ഇപ്പോൾ മന്ത്രി VN വാസവന്റെ സഹോദരന്റെ മകൾ സ്ഥാനാർത്ഥിയെ മത്സരിച്ച UDF സ്ഥാനാർത്ഥിയെ മത്സരിച്ച ആളുകളുണ്ട്. INTUC-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഈ സമരത്തിന്റെ നേതൃത്വത്തിൽ ഉണ്ട്. മീനണം പഞ്ചായത്ത് പ്രസിഡന്റ്, UDFന്റെ മീനണം പഞ്ചായത്ത് പ്രസിഡന്റ് സമരത്തിലേക്കുണ്ട്. അതായത് നേതാക്കൾക്കെതിരെ അടക്കം കടുത്ത നടപടിയിലേക്ക് കടക്കുമെന്ന് DCC പ്രസിഡന്റ് സർക്കിളിലൂടെ പറഞ്ഞിട്ട് പോലും അതൊന്നും പ്രവർത്തകരെ സംബന്ധിച്ചോളം വികാരമല്ല. വി ഡി സതീശന് വേണ്ടി രംഗത്തേക്ക് ഇറങ്ങുമെന്ന ഉറച്ച ഒരു നിലപാട് തന്നെയാണ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. ആ നിലപാട് തന്നെയാണ് ഇവിടെ കാണുകയും ചെയ്യുന്നത്. ഇവിടെ പോയി ഈ നടപടിയൊക്കെ ഉണ്ടാവുന്നതാണ് DCC പ്രസിഡന്റ് ഒക്കെ പറയുന്നത്. നടപടിയിലേക്ക് പോകും. അല്ല, നമുക്കിപ്പോഴും സതീശനെ മുഖ്യമന്ത്രിയാക്കാനാണ് നമ്മുടെ ആവശ്യം. ജനങ്ങളുടെ വികാരം പാർട്ടിക്ക് ജനങ്ങളുടെ വികാരം സതീശനെ മുഖ്യമന്ത്രിയാക്കുക എന്നാണ് ഞങ്ങളുടെ വികാരം. അതാണ് ഈ പാമ്പാടിയുടെ വികാരം തന്നെയാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ണാണ് എന്നാണ് ഉറക്കെ പറയുന്നത്. നമ്മളെ ഈ മുദ്രാവാക്യങ്ങളെ കേട്ടിരുന്നു. ഉമ്മൻചാണ്ടിയുടെ മണ്ണാണ്. ഉമ്മൻചാണ്ടിയുടെ മണ്ണിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകാം.
തരത്തിലുള്ള തീരുമാനങ്ങൾ അംഗീകരിക്കില്ല. 9 ജില്ലകളിൽ ക്ലീൻ സ്വീപ്പ് നൽകിയ കോട്ടയത്തും വലിയ പ്രതിഷേധം ഉണ്ടാവുകയാണ്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയായി തീരുമാനിക്കണമെന്നത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോട്ടയം നഗരത്തിലും വലിയ പ്രതിഷേധം കാണുന്നത്. കാസർഗോഡ്, കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറത്ത്, എറണാകുളത്ത്, തിരുവനന്തപുരത്ത് അങ്ങനെ ജില്ലകളെമ്പാടും നിറയുന്ന പ്രതിഷേധമാണ് വി ഡി സതീശൻ അനുകൂലികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്.